गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। വൈദിക ശാസ്ത്രത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല യോഗ നിർവചനമാണ് ഇവിടെ 6-ാം അധ്യായത്തിൽ 3.5 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞത്. 21, 20, 21, 22, 23 ആദ്യ ഭാഗം. അങ്ങനെ 3.5 ശ്ലോകങ്ങളിലൂടെ യോഗത്തെ നിർവചിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം ദുഃഖ സംയോഗ വിയോഗം യോഗം എന്നാണ്. ദുഃഖ സംയോഗവുമായുള്ള വിയോഗമാണ് യോഗം. യോഗം വാസ്തവത്തിൽ വിയോഗമാണ്. എന്ത് വിയോഗം? ദുഃഖ സംയോഗവുമായുള്ള വിയോഗം. എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധയോടുകൂടി മടി വരാതെ നിശ്ചയേന ഈ യോഗം യോജിപ്പിക്കേണ്ടതാണ്, അനുഷ്ഠിക്കേണ്ടതാണെന്ന് പറഞ്ഞു. എങ്ങനെ? അതിൻ്റെ ബാഹ്യ അംഗങ്ങളെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആഹാരം, വിഹാരം, നിദ്ര, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആന്തരികങ്ങളായ അംഗങ്ങളെ പറയുകയാണ്. സങ്കല്പപ്രഭവങ്ങളായ സകല കാമങ്ങളെയും അതിക്രമിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമൂഹത്തെ നിയമിച്ച് പതുക്കെ പതുക്കെ അങ്ങേയറ്റം ധൃതിയോടൊത്ത് ഉപരമിച്ചാലും മനസ്സിനെ ആത്മസംസ്ഥമാക്കി ഇരുന്നാലും, അങ്ങനെ ആത്മസംസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ ഏതേത് നിമിത്തങ്ങളെ കൊണ്ട് മനസ്സ്, ചഞ്ചലമായ മനസ്സ്, അസ്ഥിരമായ മനസ്സ് പുറമേക്ക് ഓടുന്നുണ്ടോ അവിടെ നിന്ന് അതത് നിമിത്തത്തിൽ നിന്ന് നിയമിച്ച് ആത്മവശത്തിൽ നയിച്ചാലും. ഇതാണ് ഒടുവിൽ പഠിച്ച ഭാഗം, 26-ാമത്തെ ശ്ലോകം. ഇത് യോഗസാധനയുടെ അന്തരംഗമാണെന്ന് പറയാം. നേരത്തെ ആഹാരം, നിദ്ര തുടങ്ങി പറഞ്ഞതൊക്കെ ബഹിരംഗങ്ങളാണ്.
ഇത് യോഗത്തിൻ്റെ അന്തരംഗമാണ്. അപ്പോൾ ഏതേത് നിമിത്തത്തിൽ നിന്ന് മനസ്സ്, അഥവാ ഏതേത് നിമിത്തം കൊണ്ട് മനസ്സ് ഈ ആത്മസംസ്ഥമാകുന്നതിൽ നിന്ന് ഓടിപ്പോകുന്നുവോ പുറത്തേക്ക്, അവിടെ പെടന്ന് നിയമിക്കണം. ഇപ്പം നിയമിക്കണം എന്നിവിടെ പറഞ്ഞാൽ ഉപായങ്ങളെ കൊണ്ടേ നിയമിക്കാൻ കഴിയൂ എന്ന് മറ്റ് സന്ദർഭങ്ങളിൽ ഉപദേശിക്കുന്നത് നമ്മൾ ഓർമ്മിക്കണം. ഒരു ഉപായം കൂടാതെ മനസ്സിൻ്റെ നിയമനം സാധ്യമല്ല. ആ ഉപായം ഓരോ വ്യക്തിക്കും വിഭിന്നമായിരിക്കും. എല്ലാവർക്കും ഒരേ ഉപായമല്ല. ഓരോരുത്തരുടെയും ഗുണഭേദത്തിനനുസരിച്ച് വിഭിന്നങ്ങളായ ഉപായങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അവിടെയാണ് അനേക യോഗമാർഗങ്ങൾ ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. ലക്ഷ്യം ഒന്നായിരിക്കെ തന്നെ പല മാർഗങ്ങൾ, പല അനുഷ്ഠാന ക്രമങ്ങൾ ഉപദേശിക്കുന്നത് വ്യത്യസ്ത വ്യക്തികൾക്ക് യോജിക്കുന്ന വിധത്തിലാണ്. അപ്പോൾ ഉപായത്തെ കൂടാതെ ഒരിക്കലും ഉപേയം സാധ്യമല്ല. ഇവിടെ ഉപേയം എന്നുള്ളത് മനസ്സിനെ ആത്മസംസ്ഥമാക്കുക എന്നുള്ളതാണ്. അതിന് ഓരോരുത്തരും അവരവർക്ക് യോജിക്കുന്ന ഉപായങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. തുടർന്ന് 27-ാം ശ്ലോകം. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. ഏനം യോഗിനം, പ്രശാന്തമനസം യോഗിനം, ശാന്തരജസം യോഗിനം, ഉത്തമം സുഖം ഉപൈതി. ഈ ഒരു ശ്ലോകം വളരെ ശ്രദ്ധിച്ച് രണ്ട് വിധത്തിൽ അന്വയിക്കാവുന്നതാണ്. പ്രശാന്തമനസ്കനെ, ആരെ? യോഗിനം, യോഗിയെ, ഉത്തമം സുഖം ഉപൈതി, ഉത്തമമായ സുഖം പ്രാപിക്കുന്നു എന്നാണ്. ഉത്തമമായ സുഖം പ്രാപിക്കുന്നു. അവിടെ ശാന്തരജസം എന്നുള്ളത് യോഗിയുടെ വിശേഷണമായിട്ട് എടുക്കാം. യോഗിയുടെ വിശേഷണമാണ് ശാന്തരജസം. ബ്രഹ്മഭൂതം എന്നുള്ളത് അവിടെ യോഗിയുടെ വിശേഷണമായിട്ടും എടുക്കാം, സുഖത്തിൻ്റെ വിശേഷണമായിട്ടും എടുക്കാം. രണ്ടും ശരിയാവും ഭാഷാപരമായിട്ട്. അകൽമഷം എന്നുള്ളത് യോഗിയുടെ വിശേഷണമായിട്ട് എടുക്കാം, സുഖത്തിൻ്റെ വിശേഷണമായിട്ട് എടുക്കാം. ഇപ്പോൾ രണ്ട് രീതിയിലും അർത്ഥം പറയുമ്പോൾ അതിൻ്റെ താത്പര്യം മാറും. അപ്പോൾ ആദ്യം അടിസ്ഥാന വാക്യം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് യോഗിനം ഉത്തമം സുഖം ഉപൈതി എന്നാണ്. ഇതാണ് അടിസ്ഥാന വാക്യം. യോഗിനം, യോഗിയെ, ഉത്തമം സുഖം, ഉത്തമമായ സുഖം, ഉപൈതി, പ്രാപിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യോഗി ഉത്തമ സുഖത്തെ പ്രാപിക്കുന്നു എന്നാണ് താത്പര്യം. അതാണ് താത്പര്യം. പക്ഷെ പറഞ്ഞതോ യോഗി ഉത്തമ സുഖത്തെ പ്രാപിക്കുന്നു എന്നല്ല പറഞ്ഞത്, യോഗിയെ ഉത്തമ സുഖം പ്രാപിക്കുന്നു.
സാമാന്യമായി ലോകര് മനുഷ്യരെന്നല്ല എല്ലാ ജീവരാശിയും തന്നെ സുഖത്തിനായിക്കൊണ്ട് നെട്ടോട്ടമോടുകയാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും, ആ പ്രവൃത്തികൾ ധാർമ്മികമെന്ന് പറയപ്പെടുന്നവയാകട്ടെ അധാർമികമെന്ന് പറയപ്പെടുന്നവയാകട്ടെ, ഒരാൾ നല്ലതെന്നോ മറ്റൊരാൾ ചീത്ത എന്നോ പറയുന്നതാകട്ടെ, ഇതൊക്കെ ആപേക്ഷികമാണ്. ഒരാളുടെ ദൃഷ്ടിയിൽ നല്ലതായിരിക്കില്ല മറ്റൊരാളുടെ ദൃഷ്ടിയിൽ. ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്ന് ലോകത്തിൽ ആർക്കും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. അത് ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, വ്യക്തിക്കനുസരിച്ച്, ഇതര സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്, ആപേക്ഷികമാണ്. ഒരു നാട്ടിൽ നല്ലതാവില്ല വേറൊരു നാട്ടിൽ, ഒരു കാലഘട്ടത്തിൽ നല്ലതാവില്ല വേറൊരു കാലഘട്ടത്തിൽ, ഒരാളെ സംബന്ധിച്ച് നല്ലതാവില്ല വേറൊരാളെ സംബന്ധിച്ച്. ഇന്ന് രാവിലെ കണ്ടൊരു കാഴ്ച, ഒരു വലിയ പ്രായമാവാത്ത എരുമയാണോ പോത്താണോ എന്നറിയില്ല, പക്ഷേ അധികം പ്രായമാവാത്തതാണ്. അതിൻ്റെ തല ഉണ്ട് തൂക്കിയിട്ടിട്ട്, അതിന് ഇപ്പുറത്ത് മാംസം തൂക്കിയിട്ടിട്ടുണ്ട്. വിരോധമില്ല, അതവരുടെ കച്ചവടമാണ്. പക്ഷെ അത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നാവിൽ വെള്ളം ഊറിക്കൊണ്ട് നോക്കി നിൽക്കുന്നൊരു പെൺകുട്ടി. ആ കുട്ടിയുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കിട്ടി അങ്ങനെ കഴിക്കാന്നുള്ള മട്ടില്ല നോക്കണത്. പക്ഷെ അതിൻ്റെ തലമുഖം കാണുമ്പോൾ നമുക്കെന്തോ ഒരു വിഷമമാണ് തോന്നുന്നത്. ഏതാ ശരി? രണ്ടും ശരിയാണ്. എൻ്റെ വീക്ഷണം ശരി, മറ്റയാളുടെ വീക്ഷണം തെറ്റെന്നോ, അയാളുടെ വീക്ഷണം ശരി, എൻ്റെ വീക്ഷണം തെറ്റെന്നോ പറയാൻ പറ്റില്ല, ആപേക്ഷികമാണ്. പക്ഷെ രണ്ടും വിഭിന്നമാണ്, ഒരു തരത്തിൽ ഒന്നിക്കില്ല, ഒന്നിക്കാൻ പറ്റില്ല. വെച്ചിട്ട് അയാളുടെ യാതൊരു വിരോധമില്ല, അയാൾക്ക് എന്നോടും വിരോധം ഉണ്ടാവാൻ പാടില്ല. ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണ് പറയുന്നത്. അപ്പം നല്ലത് എന്നുള്ള ദൃഷ്ടിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു, അത് ഒരു തരത്തിലും നല്ലതെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമുക്കത് അത് ഉൾക്കൊള്ളാനേ കഴിയാത്ത രീതിയിലുള്ളൊരു രൂപമാണത്. നിയമപ്രകാരം നല്ലതല്ല, കാരണം നിയമപ്രകാരം അങ്ങനെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. പ്രത്യേകിച്ച് തല, കണ്ണു തുർത്തിയുള്ള തലയൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിവിടെ നിയമമുണ്ട്. നിയമം എവിടെ? നിയമം അനുസരിച്ച് എത്ര സ്ഥലങ്ങൾക്ക് അറക്കാനുള്ള ലൈസൻസ് ഉണ്ട്? ഒന്നും ഉണ്ടാവില്ല, ഒറ്റൊന്നും ഉണ്ടാവില്ല. കോഴിക്കോട് ജില്ലയിൽ 5-10 എണ്ണത്തിന് ലൈസൻസ് ഉണ്ടാവും, അതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2016 കേരളത്തിലാകെ 50-ൽ താഴെ സ്ഥാപനങ്ങൾക്കേ ലൈസൻസ് ഉള്ളൂ. എന്നാൽ 3 ലക്ഷത്തോളം അറവുശാലകൾ കേരളത്തിൽ മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്. 2016 കണക്കാണ്. ആകെ 50-ന് താഴെ ലൈസൻസ് ഉള്ളൂ. ഇനി ലൈസൻസ് മനുഷ്യൻ കൊടുക്കുന്ന ലൈസൻസാണ്. എന്തിന്? മനുഷ്യനെ കൊല്ലാനല്ല. അതിനേക്കാൾ വരും. മനുഷ്യനെ കൊല്ലാനല്ല മനുഷ്യൻ ലൈസൻസ് കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യനല്ലാത്തൊരു ജന്തുവെ കൊല്ലാനാണ് മനുഷ്യൻ ലൈസൻസ് കൊടുക്കുന്നത്. അതെന്തോട്ടെ, അതിനെപ്പറ്റിയുള്ള സാങ്കേതികതയിലേക്കൊന്നും കടക്കുന്നില്ല. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇത് തീർത്തും ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. എങ്കിലും എല്ലാവരും സുഖം തേടിയ യാത്ര ചെയ്യുന്നത്. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ആശ്രമത്തിൽ നിങ്ങൾ ഇത്ര പേര് വന്നു, എന്തിനാന്ന് ചോദിച്ചാൽ ഭൂരിഭാഗത്തിൻ്റെയും മറുപടി സുഖത്തിനാണെന്നാണ്. വേദാന്തമൊക്കെ പഠിക്കുമ്പോൾ ഒരു സുഖം, അല്ലാണ്ടെന്താ? കേൾക്കുമ്പോൾ ഒരു സുഖം, സജ്ജനങ്ങൾ ഒത്തുചേർന്നിരിക്കുമ്പോൾ ഒരു സുഖം, അത്രയേ ഉള്ളൂ. വേറെന്താ? ആപേക്ഷികമാണ്. അപ്പം നമ്മൾ സുഖം തേടി പോവുകയാണ്. ഇവിടെ യോഗി സുഖം തേടി പോവുകയല്ല, സുഖം യോഗിയെ തേടി പോവുകയാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് അവിടെ ദ്വിതീയ പ്രയോഗിച്ചത്. യോഗിനം, യോഗിയെ സുഖമുപൈതി, സുഖം പ്രാപിക്കുന്നു. ഇത് വാസ്തവത്തിൽ ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ പറയാത്ത ഒരാശയം 18 അധ്യായത്തിലും ഇല്ല. മുഴുവൻ സംഗ്രഹിച്ച് 2-ാം അധ്യായത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്.
2-ാം അധ്യായത്തിൽ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി. നിറഞ്ഞിരിക്കുന്ന ആപൂര്യമാണ്, എല്ലാ പ്രകാരത്തിലും നിറഞ്ഞിരിക്കുന്ന സമുദ്രത്തെ, എങ്ങനെയുള്ള സമുദ്രത്തെ? അചലപ്രതിഷ്ഠമായ സമുദ്രത്തെ ആപഹ ജലരാശികൾ പ്രവിശന്തി. സമുദ്രം ഒരു പുഴയെയും വിളിക്കുന്നില്ല വരൂ വരൂ വരൂ. പക്ഷേ എല്ലാ പുഴകളും തിരക്കിട്ടോടുകയാണ്. എന്തു തിരക്കാ! എന്തിനാ? സമുദ്രത്തിൽ പോയി സ്വയം സമർപ്പിതമാകാൻ, ഏകീഭവിക്കാൻ. എല്ലാ പുഴകളും തിരക്കിട്ടോടിപ്പോകുന്നത് സ്വയമില്ലാതായി സമുദ്രത്തിൽ വിലയിക്കാൻ എന്ന പോലെ എല്ലാ കാമങ്ങളും, ലൗകികർ എന്തെന്തെല്ലാം കാമങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഒന്നും ആഗ്രഹിക്കാതെ അചലപ്രതിഷ്ഠനായിരിക്കുന്നയാ മഹാപുരുഷനെ തേടി അങ്ങോട്ട് പോവുകയാണ്. എന്നെ എടുത്തോളൂ പറഞ്ഞിട്ട്. അത് ഇന്നതൊന്നില്ല. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ യഥാ കാമചാരോ ഭവതി എന്ന് ആവർത്തിച്ച് ഛാന്തോഗ്യത്തിൽ പറയുന്നത്. അയാൾ യഥാ കാമചാരനാകും. അവൾ എന്ത് ഇച്ഛിക്കുന്നോ അത്, എന്ത് സങ്കല്പിക്കുന്നോ അത്, അയാൾ എന്ത് ഇച്ഛിച്ചാലും ഇല്ലെങ്കിലും ലോകദൃഷ്ടിയ എന്ത് ഇച്ഛിക്കപ്പെടുന്നോ, എന്ത് സങ്കല്പിക്കപ്പെടുന്നോ അതെല്ലാം അയാൾക്ക് അങ്ങോട്ട് ചെന്ന് പ്രാപിക്കുന്നു. അപ്പം യോഗിയെ സുഖമുപൈതി. ഏത് സുഖം? ഉത്തമം സുഖം, നിരപേക്ഷമായ സുഖം. മറ്റെല്ലാ സുഖങ്ങളും സാപേക്ഷമായ സുഖമാണ്. എന്തെന്ത് സുഖമുണ്ടോ അത് സാപേക്ഷമാണ്. അല്ലേന്ന് ആലോചിച്ച് നോക്കൂ. ലൗകികമായി നമ്മൾക്ക് പല പല സന്ദർഭങ്ങളിൽ സുഖമുണ്ട്. സുഖമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ സുഖങ്ങളൊക്കെ സാപേക്ഷങ്ങളാണ്, മറ്റെന്തിൻ്റെയെങ്കിലും അപേക്ഷയിലുള്ളതാണ്. ദുഃഖവും സാപേക്ഷമാണ്, അല്ല? അതെ, ദുഃഖവും സാപേക്ഷമാണ്. ഞാൻ അനുഭവിക്കുന്നൊരു ദുഃഖം വലിയ ദുഃഖമെന്ന് വിചാരിച്ച് ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ ഇത് പലർക്കും ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സുഖം, അല്ലേ? അങ്ങനെ ഉണ്ട്, അത് ലോകത്തിലുള്ള. നിങ്ങൾ മാത്രം അനുഭവിക്കുന്ന ദുഃഖമൊന്നും അല്ല ഇത് പലർക്കും ഉണ്ട് കേട്ടോ. ഇന്നൊക്കെ ഒരുപാട് എവിടെ നോക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ ഒരു സമാധാനമായി. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നേ ഇത് ആകെ ഒരു സമാധാനം സ്വാമി, ഇത് പലർക്കും ഉണ്ട് എന്നുള്ളതാണ് സമാധാനം. അതെ, നോക്കണേ, മറ്റുള്ളവർക്ക് ഈ രോഗം ഉണ്ടല്ലോ എന്നുള്ള ചികിത്സ ഇല്ലാത്തൊരു പ്രത്യേകതരം രോഗവിശേഷമാണ്. അപ്പം ഇത് മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ എന്നുള്ള വിഷമമല്ല അയാൾക്ക്, എനിക്ക് മാത്രമല്ലല്ലോ മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ സ്ഥിതി? ഇപ്പം സുഖവും ദുഃഖവും ഒക്കെ സാപേക്ഷമാണ്. എന്നാൽ നിരപേക്ഷമായ സുഖം അതാണ് ഉത്തമം. അത് കൂടുന്നതല്ല, കുറയുന്നതല്ല, അത് ഇതര വസ്തു അപേക്ഷയിലുള്ളതല്ല. അതുകൊണ്ടാണ് ഉത്തമം എന്ന് പറഞ്ഞത്. ഉത്തമം സുഖം ഉപൈതി, ഇതാണ് അടിസ്ഥാന വാക്യം. ബാക്കിയെല്ലാം നമുക്ക് ചേർക്കാം. എങ്ങനെയുള്ള യോഗിയെ? അവിടെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഏനം എന്നുള്ള അന്വാദേശ പ്രയോഗമാണ്. നമ്മളിതിനു മുമ്പ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇയാളെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഏതം എന്നാണ് പറയുക. എന്നാൽ ഏനം എന്നുള്ള പ്രയോഗം അന്വാദേശത്തിലാണ്. ഒരിക്കൽ പറഞ്ഞതിനെ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരു കാര്യത്തിന് പറഞ്ഞ കർത്താവിനെ വീണ്ടും, അല്ലെങ്കിൽ കർമ്മത്തെ വീണ്ടും, അല്ലെങ്കിൽ ക്രിയയെ വീണ്ടും പറയുമ്പോഴാണ് അന്വാദേശം ഉപയോഗിക്കുക. അപ്പോൾ ഏനം എന്നുള്ള ശബ്ദപ്രയോഗം കൊണ്ട് ഈ ഭാഗത്ത് ഇതിനു മുമ്പ് പറയപ്പെട്ട ആളെ എന്ന് വരും.
അപ്പോൾ ഇത്രയും നേരം എന്തെല്ലാം സാധനാവിശേഷങ്ങളെ പ്രതിപാദിച്ചോ അതെല്ലാം അനുഷ്ഠിക്കുന്നതായ ആളെ എന്ന് വരും. അങ്ങനെയുള്ള യോഗിയെ ഏനം പ്രശാന്ത മനസ്സം, പ്രകർഷേണ ശാന്തമായ മനസ്സോടൊത്ത യോഗിയെ, ശമിച്ച മനസ്സോടൊത്തവൻ. ആത്മസംസ്ഥം മനഃകൃത്വ എന്ന് നേരത്തെ പറഞ്ഞു. ആത്മസംസ്ഥമാകുമ്പോൾ മാത്രമേ മനസ്സ് ശമിക്കുന്നുള്ളൂ. അല്ലാതെ മനസ്സ് ശമിച്ചു എന്ന് നമുക്ക് തോന്നിയാലും അത് താത്കാലികം മാത്രമായിരിക്കും. എൻ്റെ മനസ്സ് ശമിച്ചു എന്ന് നമുക്ക് തോന്നിയാലും അത് താത്കാലികമായിരിക്കും, മറ്റൊരു വിക്ഷോഭം വരുന്നവരെ മാത്രം. എന്നാൽ ആത്മസംസ്ഥമാകുമ്പോൾ മനസ്സ് പ്രശാന്തമായി. അങ്ങനെ ആത്മസംസ്ഥമാക്കാനാണ് ഇവിടെ ഉപദേശിച്ചത്. ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേത് എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മസംസ്ഥമായ മനസ്സോടൊത്ത യോഗിയെ ഉത്തമം സുഖം ഉപൈതി. എങ്ങനെയുള്ള യോഗിയെ? ശാന്തരജസം. ശാന്തരജസം യോഗിനം, രജസ് മുഴുവൻ ശാന്തമായ. രജസ് എന്നുള്ളതിനാൽ ഒന്നുകിൽ രജോ ഗുണം അർത്ഥമാക്കപ്പെടാം, അല്ലെങ്കിൽ മാലിന്യങ്ങൾ അർത്ഥമാക്കപ്പെടാം. അഴുക്ക്, അഴുക്കിനെ നമ്മൾ രജസ് എന്ന് പറയും. അങ്ങനെയാണ് ആർത്തവ യുക്തകളെ രജസ്വല എന്നൊക്കെ പറയാറുണ്ട്. അഴുക്കിനോട് കൂടിയവൾ എന്നർത്ഥം. രജസ് അഴുക്കാണ്, മാലിന്യമാണ്. പൊടിപടലങ്ങൾക്ക് രജസ് എന്ന് പറയും. അന്തരീക്ഷത്തിൽ മുഴുവൻ രജസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾ ഉണ്ടെന്ന അർത്ഥം. മാലിന്യം. അപ്പം എല്ലാ മലിനതകളും ചിത്തദോഷങ്ങൾ, അസൂയ, കുശുമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ ചിത്തദോഷങ്ങളും നീങ്ങിയ, അതാണ് ശാന്തരജസായ. അഥവാ രജോ ഗുണത്തിൻ്റെ വിക്രിയകൾ, കാമക്രോധ ലോഭമോഹാദികൾ ആർക്ക് ശാന്തമായിരിക്കുന്നു അയാൾ ശാന്തരജസനായ, രജസ്കനായ യോഗിനം. ശാന്തരജസം യോഗിനം, പ്രശാന്ത മനസം യോഗിനം. ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ്. ശാന്തരജസ് ആകുമ്പോഴാണ് പ്രശാന്ത മനസ്കനാവുന്നത്. അഥവാ പ്രശാന്ത മനസ്കനിൽ രജസ് ശാന്തമായിരിക്കുന്നു. ബ്രഹ്മഭൂതം സുഖം, ബ്രഹ്മഭൂതമായ സുഖത്തെ അല്ലെങ്കിൽ ബ്രഹ്മഭൂതനായ യോഗിയെ, രണ്ടും പറയാം. ബ്രഹ്മഭൂതനായ യോഗിയെ ഉത്തമം സുഖം പ്രാപിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ യോഗിയെ ബ്രഹ്മഭൂതമായ സുഖം പ്രാപിക്കുന്നു. ഇതര വസ്തു സാപേക്ഷമായ സുഖമല്ല, തന്നിൽ താനായി ഒതുങ്ങിയ തൻ്റെ പൂർണ്ണതയിലുള്ള സുഖം എന്നർത്ഥം. അതെന്താ അതിൻ്റെ ആ സുഖത്തിൻ്റെ വിശേഷം? അകൽമഷം, കൽമഷരഹിതമായ സുഖം, മാലിന്യരഹിതമായ സുഖം, പാപരഹിതമായ സുഖം. അഥവാ അകൽമഷം യോഗിനം, അങ്ങനെയും പറയാം. അകൽമഷനായ യോഗിയെ, പാപരഹിതനായ യോഗിയെ ഈ സുഖം പ്രാപിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം. നോക്കൂ. പ്രശാന്ത മനസം ഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്ത മനസം, പ്രശാന്തം മനോ യസ്യ സ പ്രശാന്തമനഃ തം പ്രശാന്തമനസം ഹി ഏനം യോഗിനം സുഖം ഉത്തമം നിരതിശയം ഉപൈതി ഉപഗച്ഛതി. ശാന്തരജസം പ്രക്ഷീണമോഹാദിക്ലേശരജസം ഇത്യർത്ഥഃ. ബ്രഹ്മഭൂതം ജീവൻ മുക്തം ബ്രഹ്മ ഏവ സർവം ഇതി ഏവം നിശ്ചയവന്തം ബ്രഹ്മഭൂതം അകൽമഷം അധർമാദിവർജിതം. പ്രശാന്തമനസം, പ്രശാന്തം മനഃ
യസ്യ സഹ പ്രശാന്തമനാഃ തം പ്രശാന്തമനസം ഹി ഏനം യോഗിനം സുഖം ഉത്തമം നിരതിശയം ഉപൈതി ഉപഗച്ഛതി ശാന്തരജസം പ്രക്ഷീണമോഹാദിക്ലേശരജസം ഇത്യർത്ഥഃ. ബ്രഹ്മഭൂതം ജീവന്മുക്തം ബ്രഹ്മ ഏവ സർവം ഇത്യേവം നിശ്ചയവന്തം ബ്രഹ്മഭൂതം അകൽമഷം അധർമാദിവർജിതം. അപ്പോൾ പ്രശാന്ത മനസ്സം പ്രശാന്തം മനോയസ്യ, നേരത്തെ പറഞ്ഞ തന്നെ, ആരുടെ മനസ്സ് പ്രശാന്തമാണോ പ്രശമിച്ചതാണോ അങ്ങനെയുള്ളവനെ അവനാണ് പ്രശാന്തമനഃ തം പ്രശാന്തമനസം. നേരത്തെ പറഞ്ഞു, ഒരു മാറ്റമില്ല. ഹി ഏനം യോഗിനം, അങ്ങനെയുള്ള യോഗിയെ സുഖം ഉത്തമം. ഉത്തമം എന്നുള്ളതിന് ഭാഷ്യകാരൻ നൽകുന്ന അർത്ഥം നിരതിശയം എന്നാണ്. അതിശയമില്ലാത്ത സുഖത്തെ. എന്താ അതിശയമുള്ള സുഖം എന്ന് പറഞ്ഞാൽ? താരതമ്യം വരികയാണ്, അതിനെ അതിശയിച്ച് മറ്റൊന്നുള്ള. അപ്പോൾ ഒരാൾക്ക് വലിയ സുഖമാണെന്ന് അയാൾ കരുതിയെന്ന് വെച്ചോളൂ. ഇപ്പോൾ വളരെ സുഖമാണെന്ന് സങ്കല്പിച്ച് സന്തോഷിക്കുകയാണ്. അപ്പോഴാണ് തന്നേക്കാൾ സുഖമുള്ള വേറൊരാളെ കാണുന്നത്. അപ്പോൾ സുഖം കുറച്ചൊന്ന് കുറഞ്ഞു. സുഖമൊക്കെ ഉണ്ട്, പക്ഷെ എന്നേക്കാൾ സുഖം മറ്റേയാൾക്കുണ്ടല്ലോ എന്നുള്ള ചിന്ത വന്നപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ തൻ്റെ സുഖത്തിനൊരു സുഖമില്ല, അല്ലേ? അങ്ങനെയാണ് മനുഷ്യ സ്വഭാവമാണ്. അതാണ് അതിശയം. നിരതിശയമായ, അതിശയമില്ലാത്ത, അതിനതിശയിക്കുന്ന മറ്റൊന്നില്ല. നമുക്ക് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദോഷം, മനുഷ്യന് ഏറ്റവും വലിയ പതനങ്ങളിൽ ചെന്ന് ആഴ്ത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാൻ താരതമ്യ ബുദ്ധിയാണ്. നമ്മളെല്ലാ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, എന്ത് ശത്രുക്കളെ പറഞ്ഞോളൂ, അസൂയ, കുശുമ്പ്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, അതൊന്നുമല്ല. അതിനെല്ലാം മൂല കാരണമായിട്ടുള്ള മഹാദോഷം താരതമ്യ ബുദ്ധിയാണ്. താരതമ്യ ബുദ്ധി വന്നോ നമ്മൾ നശിച്ചു കഴിഞ്ഞു, പിന്നെ നശിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാർ ചെറുപ്പത്തിലേ തരും, ഇല്ലേ? നമ്മൾ അച്ഛനമ്മമാർ തന്ന ഏറ്റവും ദുഷിച്ച സമ്പാദ്യമാണത്, താരതമ്യ ബുദ്ധി. നീ അവനെ നോക്കൂ, നീ അവളെ പോലെ പഠിക്ക്, നിനക്കെന്താ അവനെ പോലെ വസ്ത്രം ധരിച്ചുകൂടെ, നിനക്കെന്താ അവളെ പോലെ പഠിച്ചുകൂടെ, അവനും മറ്റവനെ പോലെ ചാടിക്കൂടെ, മറ്റവളെ പോലെ ഓടിക്കൂടെ. അതെങ്ങനെയാണ്? ഞാൻ എന്നെ പോലെ അല്ലേ ഓടുക, അവനെ പോലെ എനിക്കെങ്ങനെ വേറൊരാളാവാൻ കഴിയും? തുടങ്ങി എന്തെല്ലാം ദോഷങ്ങൾ സമൂഹത്തിലുണ്ട്, മുഴുവൻ ഉണ്ടാകുന്ന താരതമ്യ ബുദ്ധി കൊണ്ടാവും. ചിന്തിച്ചു നോക്കല്ലേ? ഒരു നിമിഷം ഇരുന്ന് നിശ്ചയിച്ചാൽ മതി, എനിക്ക് എന്നെ തുലനം ചെയ്യാൻ മറ്റൊരാളും ലോകത്തിലില്ല. കാരണം ഞാൻ വിശിഷ്ടനാണ്. എന്നെപ്പോലെ ലോകത്തിൽ വേറൊരാളുമില്ല, ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടുമില്ല. ഞാൻ വിശിഷ്ടനാണ്. ഓരോരുത്തരും, ഈ സൃഷ്ടിയിൽ ഒരു ജീവകോശം പോലും വിശിഷ്ടമാണ്. ഇത് മനസ്സിലാക്കിയാൽ താരതമ്യത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാവും. വീട്ടിൽ നിന്ന് വെറുപ്പിച്ചിട്ടാണ് പറയുക, അവനെ പോലെ പഠിച്ചൂടെ. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ ടീച്ചർമാർ അതിനേക്കാൾ വെറുപ്പിക്കും, അല്ലേന്ന് ആലോചിച്ച് നോക്കും. ചെറുപ്പം തൊട്ട് തങ്ങ് തലേ കയറി കഴിഞ്ഞു നമ്മുടെയൊക്കെ. ഇനി എടുത്തു മാറ്റാൻ പറ്റില്ല, നമുക്ക് ഈ തലമുറയ്ക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. ഉറപ്പ് എടുത്തു മാറ്റാൻ കഴിയില്ല. എടുത്ത് മാറ്റിയെന്നൊക്കെ വിചാരിച്ചാലും അടക്കടക്കും, സന്ദർഭം വരുമ്പം പുറത്തു വരും. ഇനിയുള്ള മക്കൾക്കെങ്കിലും അത് കൊടുക്കാതിരിക്കാൻ ഈ തലമുറ ശ്രദ്ധിച്ചാൽ നന്നായി. ഈ ഇരിക്കുന്നവർ തന്നെ ഒന്ന് നെഞ്ച് കൈതൊട്ടോ ആലോചിച്ച് നോക്കണം, ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇത് കൊടുത്തിട്ടില്ലേ? കഴിഞ്ഞു, രക്ഷപ്പെടുത്താൻ പിന്നെ പറ്റില്ല. അവരോടെങ്കിലും പിന്നെ പറഞ്ഞു കൊടുക്കാം, മക്കളെ ഞാൻ നിനക്ക് ഈ അപരാധം ചെയ്തു, നീയെങ്കിലും ഞാൻ അടുത്ത തലമുറയ്ക്ക് പോയി. എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എവിടെയെങ്കിലും നിർത്തണ്ടേ? എല്ലാ പ്രശ്നങ്ങളുടെയും മൂലം ഇതാണ്, എല്ലാ പ്രശ്നങ്ങളുടെയും. അതുകൊണ്ട് ഞാൻ വിശിഷ്ടനാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. പൂർണ്ണമദഃ പൂർണ്ണമിദം
പൂർണ്ണ സ്വരൂപത്തിൽ മറ്റൊന്നുമായി താരതമ്യമില്ല. പൂർണ്ണാത്മാ സുസമീക്ഷ്യതാം, പൂർണ്ണാത്മാവിനെ കണ്ടോളൂ എന്നാണ്. ജഗതിദം തദ്ബാധിതം ദൃശ്യതാം, അതിനാൽ ബാധിക്കപ്പെട്ടതാണ് ഈ ജഗത്ത് മുഴുവനെന്ന് കണ്ടോളൂ. അപ്പോൾ ഒന്നിനെ സംബന്ധിച്ച് ഭിന്നത്വമില്ല, എല്ലാം പൂർണ്ണമാണ്. അതാണ് പ്രായോഗികമായ വേദാന്ത വീക്ഷണം. ചിന്തിക്കുക. അപ്പോൾ നിരതിശയം എന്ന് പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതാണ് ഉത്തമം. ഏകവചനം, പ്രഥമ വിഭക്തി, പിന്നെ മനസ്സു എന്നുള്ളതിന് പിന്നെ മനഃ എന്നല്ലേ. പ്രശാന്ത മനഃ, പ്രശാന്ത മനസ്സോ, പ്രശാന്ത മനസ്സഃ. തം പ്രശാന്ത മനസ്സം ഹി ഏനം യോഗിനം സുഖം ഉത്തമം നിരതിശയം ഉപൈതി ഉപഗച്ഛതി. ശാന്തരജസം പ്രക്ഷീണമോഹാദി ക്ലേശരജസം, മോഹാദി ക്ലേശരജസ് പ്രക്ഷീണമായവൻ, പ്രകർഷേണ ക്ഷീണമായവൻ. മോഹം വിവേകമില്ലായ്മയാണ്. ശരി തെറ്റ്, വേണ്ടത് വേണ്ടാത്തത്, ഗുണം ദോഷം ഒന്നും തിരിച്ചറിയാത്ത അവസ്ഥയാണ് മോഹം. അപ്പോൾ മോഹത്തിൽ ആരംഭിക്കുന്ന സകല ക്ലേശങ്ങളും അതാണ് മോഹാദി ക്ലേശങ്ങൾ, അഥവാ മോഹം തുടങ്ങിയ ക്ലേശങ്ങൾ. മോഹാദി ക്ലേശങ്ങൾ രണ്ടും ആവാം. മോഹത്തിൽ ആരംഭിക്കുന്ന ക്ലേശം മോഹാദി ക്ലേശം, അഥവാ മോഹത്തിൽ ആരംഭിക്കുന്ന മോഹം തുടങ്ങിയ ക്ലേശം മോഹാദി ക്ലേശം. അതെല്ലാം പ്രകർഷേണ ക്ഷീണമായി ഇല്ലാതായി. അങ്ങനെയുള്ളവനെ, എല്ലാ രജസ്സും അടങ്ങിയവനെ, പൊടിപടലങ്ങളെല്ലാം നീങ്ങിയ ആകാശം പോലെ പ്രശാന്തമായ അന്തഃകരണത്തോടു കൂടിയവൻ. ബ്രഹ്മഭൂതം, സ്വയമേവ ബ്രഹ്മമായി ഭവിച്ചവൻ. അവിടെ അബ്രഹ്മം ബ്രഹ്മമാവുകയല്ല, ആവരണ വിക്ഷേപങ്ങൾ നീങ്ങിയപ്പോൾ ബ്രഹ്മഭൂതനാണെന്ന ബോധം ഉറച്ചു. അങ്ങനെയുള്ളവൻ ബ്രഹ്മൈവസൻ ബ്രഹ്മാപ്യതി, ബ്രഹ്മമായിരിക്കെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അല്ലാതെ അബ്രഹ്മം പഠിച്ചിട്ട് ബ്രഹ്മാവുകയല്ല. അവിദ്യയുടെ ആവരണ വിക്ഷേപങ്ങൾ നീങ്ങി അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ബോധത്തിലേക്ക് ഉയർന്നവൻ. ജീവൻ മുക്തം, അയാൾക്ക് പേര് പറഞ്ഞു ജീവൻ മുക്തം. ജീവൻ മുക്തനെ, ജീവിച്ചിരിക്കെ തന്നെ മുക്തനായിരിക്കുന്നവനെ, തൻ്റെ പൂർണ്ണബോധത്തിൽ ഉറച്ചിരിക്കുന്നവനെ. പൂർണ്ണബോധത്തിൽ ഉറച്ചവന് പരിമിതികളില്ല, പരിമിതികൾ നൽകുന്ന ബന്ധനങ്ങളില്ല. ബ്രഹ്മൈവ സർവമിത്യേവം നിശ്ചയവന്തം, എല്ലാം ബ്രഹ്മമാണെന്ന നിശ്ചയ ബോധത്തോടു കൂടിയവനെ. എങ്ങനെയുള്ളവനെ? അകൽമഷം, കൽമഷരഹിതനായവനെ. അധർമാദി വർജിതം, അധർമാദി എന്ന് പറഞ്ഞതിലൂടെ ഉയർന്ന ദൃഷ്ടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അധർമ്മം പോലെ ധർമ്മവും ബന്ധകാരിയാണ്. ഒന്ന് പാപകരമാണെങ്കിൽ മറ്റൊന്ന് പുണ്യകരമാണ്. രണ്ടും കെട്ടിയിടുന്നതാണ്, രണ്ടും കെട്ടുന്നതാണ്. ചങ്ങലയാണ്, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. ചങ്ങലയാണോ എങ്കിൽ കെട്ടാനുള്ളതാ. കഴുത്ത് വെച്ച് കൊടുക്കാണ്ടിരിക്കുക, കെട്ടാതിരിക്കാൻ എന്താ മാർഗം എന്ന് വെച്ചാൽ കഴുത്ത് വെച്ച് കൊടുക്കാണ്ടിരിക്കുക. കുനിഞ്ഞോ പോയി, കുനിഞ്ഞു കഴിഞ്ഞാൽ കെട്ടും. കുനിയണ്ണങ്ങ് തീരുമാനിച്ചിരിക്കുകയാണല്ലോ, പിന്നെ
ഏ ഒന്നുകൂടി വ്യക്തമായി പറയണ്ടല്ലോ, എന്നിട്ട് വേണമല്ലോ ചിദാനന്ദ സ്വാമി കുടുംബം കലക്കിയെന്ന് നാളെ പറയാം. ഇത് തന്നെ സുവ്യക്തമാണല്ലോ. കെട്ടാതിരിക്കാൻ എന്തെന്നാണ് ചോദ്യം, കഴുത്ത് വെച്ചു കൊടുക്കാണ്ടിരിക്കുക എന്ന് മറുപടി. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ കുനിയാണ്ടിരിക്കുക. ആരും ചാടി വന്ന് കെട്ടുമൊന്നുമില്ലല്ലോ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? ഇനിയും സ്പഷ്ടമായിട്ട് എന്ത് പറയാം? എന്ത് അത് തന്നെയാണല്ലോ, ഇതിൻ്റെ തുടർച്ചയാണല്ലോ പുണ്യവും പാപമൊക്കെ. പുണ്യവും പാപവും ഇല്ലാത്തവർക്ക് ഇപ്പോൾ കെട്ടലുണ്ടോ? കെട്ടിയിട്ടുണ്ടോ നമുക്ക് പുറമേ നിന്നറിയോ? ഒക്കെ പ്രശ്നമല്ലേ. എന്തിനോടൊക്കെയാ കെട്ടിയിട്ടുള്ളത് നമുക്കറിയോ? ഈ കെട്ടൽ എന്ന് പറയുമ്പോൾ ഒരു കെട്ടൽ മാത്രം വിചാരിക്കണ്ട. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു കെട്ടൽ മാത്രം വിചാരിക്കണോണ്ടാണ് അങ്ങനെ തോന്നണത്. ഒരു കെട്ടൽ മാത്രം വിചാരിക്കണ്ട. ഏതായാലും ഈ യോഗിയെ ഉത്തമ സുഖം അങ്ങോട്ട് പോയിട്ട് പ്രാപിക്കുന്നു. ഏത് യോഗിയെ? ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം പ്രശാന്ത മനസം യോഗിനം ഉത്തമം സുഖം ഉപൈതി. അതുകൊണ്ട് യോഗിയോട് സുഖാണോ എന്ന് ചോദിക്കരുത്. സുഖം അല്ലാണ്ടൊന്നും അയാൾക്കില്ല. എപ്പോഴും സുഖം തന്നെ, എവിടെയും സുഖം തന്നെ. ചിന്തിക്കുക.